നമസ്കാരം. ഇത് എൻ്റെ 29ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ എൻ്റെ മുഖമൊന്നും അത്ര വ്യക്തമല്ല. പക്ഷേ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഫ്രണ്ട്സാകുന്നവർ ഒരു കാരണവശാലും നടക്കില്ല ഫേസ്ബുക്കിൽ. കാരണം 5000 ഫ്രണ്ട്സിൽ കൂടുതൽ അലൗഡല്ല ഈ ഫേസ്ബുക്കിൽ. പിന്നെ മൊത്തം ഫോളോവേഴ്സാണ്. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾ റിക്വസ്റ്റ് അയച്ചാൽ തിരിച്ച് ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താലും ഞാൻ വേറൊരു ഫ്രണ്ടിനെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു സിസ്റ്റം. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു ഇതാണ്. അതുകൊണ്ട് 5000 ഫ്രണ്ട്സേ പറ്റുള്ളൂ. എത്ര ഫോളോവേഴ്സ് വേണമെങ്കിലും ആകാം. ഇപ്പം ഞാൻ സിനിമ ബേസ്ഡ് ഒരു സംഭവമല്ല ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഡേഞ്ചർ പേടിയ എന്നൊന്നും എനിക്കൊരു അവസ്ഥയൊന്നുമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതായത് ഈ മയക്കുമരുന്ന് ഇപ്പോൾ ഭയങ്കര ഒച്ചപ്പാടും നിലവിളിയും ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ 2.5 വർഷം മുമ്പ് ഋഷിരാജ് സിംഗ് സാറിൻ്റെ ബൈറ്റോടുകൂടി മയക്കുമരുന്നിനെതിരെ ഡോക്യുമെൻ്ററി ചെയ്ത് അത് 57,000 പേര് കണ്ടതാണ് അവർക്ക്. അത് എനിക്ക് കളക്ട്രേറ്റിൽ നിന്നൊക്കെ എനിക്ക് അതിൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടിയാണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ഇത്രയും കിടന്ന് ഇപ്പം എനിക്ക് മനസ്സിലാക്കിയ പ്രസൻറ്റ് സ്റ്റേജിൽ എൻ്റെ കുടുംബത്തിലുള്ളവരും വെളിയിലും നാട്ടുകാരും ഒക്കെ ആയിട്ട് എനിക്കറിയാവുന്നത് പറഞ്ഞു കേട്ട് എനിക്ക് അറിവുള്ള കേസ് കേട്ടാണ്. ഞാൻ ഈ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഞാൻ ഫ്രാങ്കായിട്ട് പറയുകയാണ്. കാരണം ആ ചീത്തപ്പേര് എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ കൂട്ടുകാരിൽ 70% പേര് ഇത് ഉപയോഗിക്കുന്നവരായുണ്ട് അത്ര ധൈര്യമായിട്ട്. ഞാൻ കുമിളി നിവാസിയാണ്. ഈ കുമിളിയിൽ ഈ ചക്കളത്തിരി എന്നും പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കരി വിൽക്കുന്ന ഒരാളുണ്ട്. കാരണം ഈ തേപ്പോട്ടിക്ക് അവിടെ കഞ്ചാവ് ബിസിനസ്സുണ്ട് അവിടെ. അത് ഇവിടുത്തെ ആർക്കും അറിയാൻ മേലാത്തൊന്നുമല്ല, പക്ഷെ പിടിക്കപ്പെടില്ലെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവിടെ വിത്തെന്നും പറഞ്ഞാൽ വിത്ത് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ചാകാറായ ഒരു മനുഷ്യനുണ്ട്, അവിടെയും വിൽക്കുന്നുണ്ടത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പം പലരും പോയി മയക്കുമരുന്ന് വാങ്ങുന്നത് പുളിയമ്മലയെന്നും പുറ്റടി ഭാഗത്തു നിന്നാണ്. ആ കാട് വഴിയെ കയറി വരാനൊക്കെ ഉള്ളൂ. 1. 2, എനിക്ക് ഇടുക്കിക്കടുത്ത് ചെറുതോണിക്കടുത്ത് തടിയമ്പാടെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഗ്രൂപ്പ് തന്നെ ഒരു 10, 30, 40 പിള്ളേരുടെ ഒരു ഗ്രൂപ്പ് പല സെറ്റായിട്ട് എന്നും രാത്രി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എനിക്കറിയാം. അതുപോലെ തന്നെ വൈറ്റിലെ ഹബ്ബിനടുത്ത് 2 ചെറിയ ചായക്കടകളുണ്ട്. അതിലൊരു ചായക്കടയിൽ വിൽക്കുന്നതും അവിടുന്ന് മേടിച്ചുകൊണ്ടിരുന്ന് വലിക്കുന്നതും എന്നെ അവിടെ പിക്ക് ചെയ്യാൻ വന്ന എന്നെ കൊണ്ടുപോകാൻ വന്ന ആ പയ്യനും ആ കൂടെ ഇരുന്ന് മയക്കുമരുന്ന് ആ കടയിൽ നിന്ന് മേടിച്ച് വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രാങ്കായിട്ട് പറഞ്ഞ ഞാൻ ഇതൊക്കെ നേരത്തെ ഞാൻ ഈ ഈ സർക്കാരിൻ്റെ ഇത് കാണുന്ന ഇതിലൊക്കെ ഞാൻ അന്നത്തെ ഷോർട്ട് ഫിലിമിൽ ഞാൻ ഈ ഋഷിരാജ് സിംഗ് സാറിൻ്റെ സഹിതം വിമുക്തിയിലും ഒക്കെ ഏതൊക്കെ സംഭവത്തിലൊക്കെ ഞാൻ ജോതാവിലൊക്കെ ഞാൻ വിളിച്ചറിയിച്ചു. അപ്പോൾ എന്നോട് മെയിൽ ചെയ്യുക, എന്നോട് എൻ്റെ വ്യക്തമായുള്ള അഡ്രസ്സ്. കാരണം നമുക്ക് പേടിയും ഒക്കെ കാണുമല്ലോ. ഇപ്പോൾ എനിക്ക് പേടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. എനിക്ക് മരണത്തെ പോലും പേടിയൊന്നുമില്ല. എനിക്ക് എൻ്റെ വീട്ടിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനിതൊക്കെ പറയുന്നത് ഇതൊക്കെ എനിക്കറിയാവുന്നതാണ്. ഇത് ചുമ്മാ ഇതിന് വേണ്ടി തെളിവ് ഉണ്ടാക്കുക, ഇതൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ വരെ ഇപ്പോൾ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ഫ്രാങ്കായിട്ട് പറയുകയാണ്. ഇത്ര ധൈര്യമായിട്ട് എനിക്ക് പറയണമെങ്കിൽ അതിൻ്റെ ചങ്കുറപ്പുള്ളതുകൊണ്ട് തന്നെയാണ്. ഇന്ന് രാത്രി മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഇത് ഒരുപാട് കോളേജ് സ്കൂൾ കുട്ടികളിലേക്ക് ഇത് പോകുന്നുണ്ട്. ഇത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെയൊക്കെ ഞങ്ങളുടെ നാട്ടിലെ വലിയ ബന്ധുക്കോസ് അതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥനയായിട്ട് നല്ല ആൾക്കാർ, അവരുടെയൊക്കെ മകനൊക്കെ അവരുടെ അടുത്ത് ഞാനൊരു വർക്ക് എഡിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് MDMA ഉപയോഗിക്കുക. എനിക്ക് അങ്ങനെയാണ് ഈ MDMA എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യമായിട്ട് ഒരു കുരു പോലുള്ളൊരു വെള്ളം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്ന് വരെ ഉപയോഗിക്കാത്ത സാധനമാണ്. എൻ്റെ കൂട്ടുകാരിലങ്ങനെ എനിക്ക് എന്തോരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേര് പിന്നെ ഒരു ഗുണമുണ്ടായി. ഒരു 1.5 വർഷം മുമ്പാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഇവിടുത്തെ പ്രമുഖനായ ഒരു കുട്ടികൾക്ക് കൊടുത്തിരുന്ന ഒരാൾ പിടിക്കപ്പെട്ടു. ഞാൻ മുഖേനയാണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു വിവരം ഇത് സാധാരണ ഒരാൾ മയക്കുമരുന്നിനെതിരെ അങ്ങനെ പ്രസംഗിക്കുകയല്ല, ഞാൻ വ്യക്തമായിട്ടുള്ള ഇത് തരികയാണ്. കാരണം മഞ്ഞപ്പാറ എന്നും പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഭീകരമായിട്ട് അശോകവല തടിയമ്പാടിനടുത്ത് അവിടെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതൊക്കെ കണ്ട് അവിടെ അവർക്കൊന്നും അത് ഉപയോഗിക്കാൻ പോലും ഒക്കില്ല. അവർക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെ മദ്യം കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം. ഞാൻ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലെന്നേ. ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്ന് ഒരു പുക കഞ്ചാവ് എടുക്കുന്ന പോലെ കാണിച്ചാൽ മതി അവരുടെ ഡീറ്റെയിൽ മൊത്തം അറിയാൻ. അതിനിവിടെ റോയുടെയോ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നിസ്സാരമായിട്ട് എല്ലാവർക്കും അറിയാം.
ഇത് ഇത് ഞാൻ പോലും ഇറങ്ങി തിരിച്ചാൽ എനിക്കൊരു ഷെൽട്ടർ ഇതാ എവിടെയെങ്കിലും വിളിച്ച് താമസിക്കാനുള്ളത്. ഞാൻ ഒരു 100 പേരെ പിടിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഫേസിനകത്ത് അവിടെ കണ്ടു കഴിഞ്ഞല്ലോ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇത് കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കുന്ന മൊത്തം ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. കൊച്ചു കുട്ടികളെ വരെ മിസ്യൂസ് ചെയ്യുകയാണ്. എത്ര കൊലപാതകങ്ങൾ, എത്ര കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വിധേയരായി പോകുന്നു എന്നറിയാമോ? ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം MBBS പഠിക്കുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. ഇവിടെ വന്ന് അതിന് വേണ്ടി തന്നെ ഒരാളുടെ കൂടെ റൂമെടുത്ത് ഇവിടെ ഒരാളുടെ കൂടെ കിടന്ന് എന്നിട്ട് അത് ഉപയോഗിച്ച് അത് തിരിച്ചു പോയി. അവിടെ മുസ്ലിം പെൺകുട്ടിയാണ്. കുട്ടിക്ക് കോഴിക്കോടൊന്നും പറ്റുകയില്ല അത്രയൊന്നും. അത് വന്നാൽ അതൊക്കെ എനിക്കറിയാവുന്ന, ഞാൻ തെളിയിച്ചു തരാമല്ലോ. ഞാനിപ്പോൾ ഇത് പറയുന്നത് മൊത്തം എൻ്റെ തലയ്ക്ക് ഭാരമായിട്ടോ. എനിക്കതൊന്നും വിഷയമൊന്നുമില്ല. ഞാനൊന്നും വലിയ വിഷയം ഒന്നും ആക്കുന്നില്ല.